ഒന്നും എടുക്കാൻ പറ്റില്ല. വർത്താനം പറയല്ലടാ. ഒരു വർത്താനം പറയാ. വണ്ടി റോട്ടിക്കല്ലട്ടാ. മര്യാദക്കിരിക്കുക, അവിടെ പിടിച്ചിരിക്കും. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടെ നോക്ക് ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്ക് നോക്കിട്ടാ. ഇത് നോക്ക്, നമ്മള് വന്ന വഴി നോക്കടാ. ദാവിനി പുറകോട്ട് നോക്കിക്കടാ. നമ്മള് വന്നത് റോട്ടിലല്ല, നിനക്ക് ഇത്ര ധൈര്യം ഇസാക്ക്? ഇസാക്കാണ് വണ്ടി ഓടിക്കണേന്നാണ് ഇസാക്ക്. ഇത് കേറി കഷ്ടാവില്ലേ ഞങ്ങളുടെ മുകളിലേക്ക് അവിടെയൊക്കെ താമസമുണ്ട്. കൈ പിടിച്ചോ, കൈ പിടിച്ചോ, കൈ പിടിച്ചിരുന്നോ? തലയിടിക്കണം. നീ പിടിച്ചിരിക്കേ ആദ്യം. ഞാൻ പിടിച്ചിട്ട് ഇതാണല്ലേ ട്രക്കിംഗ് ഓഫ് റോഡ്. അപ്പൊ പിന്നെ നീ എന്താ വിചാരിച്ചേ? കൊച്ചിന് ധൈര്യമുണ്ട്, കൊച്ചിന് ധൈര്യമുണ്ട്. ഇതൊക്കെ തലയൊക്കെ പുറത്തേക്ക്. എങ്ങനെയുണ്ടാ? ദാവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ വഴി ബൈക്കും കൊണ്ട് വലുതായിട്ട് ഇൻഷുറൻസ് എടുത്തിട്ട് വരണോട്ടോ. ബൈക്കിന് വരുമ്പോ വേറൊരു ഓപ്ഷൻ വണ്ടി ഒഴുകിയാണ് ചിലടത്ത് പാറ കൊടുത്ത് കറങ്ങിട്ട് വലിച്ചു പോകും വണ്ടി. നമ്മൾ ഈ മലയുടെ തോട്ടിൽ ചിലപ്പോൾ ഇതിൽ വലിച്ചു പോകുന്ന മുന്തിരി ഡാൻസ്
നമ്മളെ ഇസാക്ക് പറയാം നമ്മളെ കാറൊക്കെ ഞാൻ ഫോൺ താഴേക്ക് ചെയ്യുന്നത് എന്താ സംഭവിക്കണേ? എടാ നോക്ക് ചേച്ചി അതേട്ടാ പക്ഷെ ട്രക്കിങ് നെല്ലിയാമ്പതി ഇതേപോലെ തന്നെ ഒരു മലയുടെ മുകളിലേക്ക് കയറണതാ. നടന്ന് കയറാം, ജീപ്പുണ്ട്, പക്ഷെ കിണ്ണനായിണ്ട് അടിപൊളിയല്ലേ സ്ഥലങ്ങളൊക്കെ. കേറി നന്നായില്ലേ ദാവീദ് ഇസാക്ക് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ആ ഇവിടെ വരൾച്ചയൊക്കെ വരുമ്പോൾ അവർ വന്ന് ഇവിടെ വന്ന് വിളച്ച് വെച്ച് പായസമൊക്കെ വെച്ച് പൂജ നടത്തണം. അപ്പോൾ ആ ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ മഴ കിട്ടാറുണ്ട്. അപ്പോൾ ആദിവാസികൾക്കിടയിലും നാട്ടുകാർക്ക് ഇടയിലും അങ്ങനെ ഭയങ്കര വിശ്വാസമുള്ള സ്ഥലമാണ്. ഇവിടെ പോന്നാലൊരു ഒറ്റക്കല്ലായിരുന്നു. ഇതൊരു 10 വർഷമൊക്കെ ആയിട്ടുള്ളൂ ഇങ്ങനെ ഇങ്ങനെ കീറിപ്പോയിട്ട്. ആ കല്ല് അടുത്ത് ഇതെങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്? അതെ, ഇത് ശരിക്കും ഒരു 360 ഡിഗ്രി ആംഗിളിൽ വ്യൂ ഉള്ള സ്ഥലങ്ങളിലെ മുനിയറകൾ പണിയാറുള്ളൂ. ഇവിടെ ഒരിക്കലും പറ്റാത്ത വെള്ളമുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഈ വന്യമൃഗങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണം ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ വ്യൂ ഉള്ള സ്ഥലത്ത് പണിയുന്നതെന്ന് പറയുന്നത്. ചുറ്റും കാണാമല്ലോ അല്ലേ? ചുറ്റും കാണാം നമുക്ക്. ഈ സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ലാസ്റ്റ് നമ്മുടെ ആ ഒരു മലയുടെ തലവല നിൽക്കുന്നത്. അതിന്റെ അങ്ങേ സൈഡിലേക്ക് ഫുള്ള് മലക്കപ്പാറ മലകളുടെ ഭാഗങ്ങളാണ്. മറ്റേ വാൽപ്പാറ ബോർഡർ ഈ സൈഡിലേക്ക് നമ്മൾ ഇന്നലെ പോയില്ലേ? ഈ അത് നമുക്ക് അപ്പുറ സൈഡ് തേനാവാരിയൊക്കെ അവിടെ പോയിട്ടുണ്ടാവൂലോ. ഞാൻ പോയിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് മലയാറ്റൂരിന്റെ ആ ഒരു കട്ട് ചെയ്ത് പെട്ടെന്ന് വാടാട്ടുപാറ കയറാം. മഴ സമയത്ത് മൊത്തം ഇവിടെ കോടയൊക്കെ ഇറങ്ങി ഇതിൽ കൂടെ ഒക്കെ വെള്ളം വരുന്ന. ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. നമ്മള് ഈ മണ്ണുവഴി കൂടെ കുറച്ച് ദൂരം ഉള്ളൂ. ബാക്കിയെല്ലാം ഇല്ല. മഴക്കാലത്ത് പ്രശ്നമില്ല. നമ്മള് ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കണോട്ടെ. ഈ 360 ഡിഗ്രി വ്യൂ ഉണ്ടെങ്കിൽ അതെ, അത് ഭയങ്കര ഒരു ശരിക്കും ഒരു ഇത് പറയുന്നത് ഈ പണ്ട് അവരുടെ ബോഡി ഇവിടെ താഴെ ഒരു ഈറ്റയുടെ ചുവലുണ്ട്. അതിൻ്റെ അകത്തൊരു തട്ട് ഈറ്റയും കൊണ്ട് തട്ടുണ്ടാക്കിയിട്ട് ആ തട്ടിനെ മേളിൽ കയറ്റി വെച്ചിട്ട് കുറച്ച് ഈറ്റ
ഈ വണ്ടിയിൽ ചേട്ടാ ചിരിച്ച പല്ല് മാറിക്കടി അതിന്റെ ഷോപ്പിൽ ഭയങ്കര വ്യൂ ആണ്. നമ്മളെ ഈ ഇടുക്കി ശബരിമലപ്പാറ അല്ലെങ്കിൽ അതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിന്റെ മുകളിൽ ഒരു പാറ അപ്പുറത്തെ സൈഡ് വരുന്നത് ഇതുപോലൊരു ബ്യൂട്ടി ഇല്ല. ഇത് ഭയങ്കര ഭംഗിയാണ്. നമ്മള് നെരുങ്ങന കൃഷി ഫാമിന്റെ അങ്ങോട്ടിലേക്ക് പോവാ. വെള്ളം ഇങ്ങനെ കറങ്ങി ഇവിടെ പറ്റാത്ത വെള്ളം ഉണ്ടല്ലോ. ഉറവുള്ള സ്ഥലം. ദാവി ഇങ്ങുവാ, ദാവി വാടാ, ഇസുക്കുട്ടി ഇങ്ങുവാ, ദേ നോക്ക്. വാ വാ ഇവിടെ വാ, ഇസുക്കുട്ട വാടാ, ഇങ്ങ് വാ. ചാടണം, സൂക്ഷിച്ച് ചാടണം, നീ സുഭാഷ് പോലെ ഇരിക്കുന്നു. നോക്കിയോടാ, ഇങ്ങോട്ട് നോക്കടാ. ചേട്ടപ്പോ കൊണ്ടുപോയി നല്ലൊരു ഭംഗി നിക്കണ. പെട്ടെന്ന് കഴിഞ്ഞ് പുതിയ പുല്ല് വരും, പശുവിനൊക്കെ തിന്നാൻ എളുപ്പമുണ്ട്. ഇത് പുളിയാണ്. കുറച്ചോ പറക്കി കിട്ടിയില്ല, നല്ല മുറിക്കൊണ്ടല്ലേ മരത്തിന് കണ്ടില്ല. ആണോ? അതുകൊണ്ട് കടിക്കണം. ഇതിനൊരു കടി തന്നെ. ഇത് ആദ്യം തന്നുകൊണ്ട് എടുക്കുന്നുണ്ട്, ഇത് അവൻ കഴിച്ചു കടിച്ചില്ലേ, ആ സെയിം ടേസ്റ്റ് ആയിരുന്നു. നല്ല ഭംഗിയാ റെഡ് നിക്കണ. എന്താ പൈമ കറിയോ? ദാവി നോക്കി നമ്മൾ ഇറങ്ങാൻ പറ്റും. നോക്കിക്കണം നോക്കും. അങ്ങനെ നോക്കാം, അങ്ങനെ ആയിരിക്കും കൊച്ചിന്. സ്ഥലം തായോ എവിടെ?